ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്ലാന്റേഷനിൽ മാത്രമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുന്നതെന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ ടെറസിലോ നിങ്ങളുടെ ഗാർഡനിലോ എല്ലാം ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താവുന്നതാണ്. ഇത് നമ്മുടെ സുഗതൻ ചേട്ടൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണ്. ഇദ്ദേഹത്തിന് 4 തോട്ടങ്ങളുണ്ട്. ഇവിടെ എല്ലാവരും ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇവിടെ മഞ്ഞയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ തൈക്കും അദ്ദേഹം 50 രൂപ വെച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതെങ്ങനെ നടാമെന്നും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. നമ്മൾ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും അതിന്റെ വിളവൊക്കെ കിട്ടി വളർന്ന് വലുതായി? എന്ന് പറഞ്ഞാൽ ഇത് ഈ നടുന്ന തണ്ടിൽ വരെ കാ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് കാലയളവൊന്നുമില്ല. 6 മാസം കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ കായ്പിക്കാം. എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് അതിന്റെ സീസൺ അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ ഇത് ഈ ഇവിടെ നിന്നൊന്ന് മറിയുന്ന കണ്ടീഷൻ ആവണമെങ്കിൽ 3-4-5 മാസം കൊണ്ട് എന്തായാലും അത് വരും. ആ സീസണിൽ കായ്ക്കും. അതാണ് എൻ്റെ അനുഭവം തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ സീസൺ കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു അടുത്ത വർഷം ആയിക്കോളും. അപ്പൊ ആ താമസം വരും. അപ്പൊ അത് തൈര് കപ്പാസിറ്റിയും അതിന്റെ വളവും അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് വലിയ വെള്ളമൊന്നും കൊടുക്കണ്ടെന്നാണ്. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് മാത്രം എടുക്കാന്ന് പറഞ്ഞാൽ ഇത് കറങ്ങി നടക്കുന്ന സാധനമല്ല. അവിടെ നിൽക്കുന്നതാണ്. എന്ത് വളമാണ് കൊടുക്കുന്നത്? ഞാൻ ജൈവവളം, ബയോഗ്യാസ് സ്ലറി ഡ്രൈ ആക്കും. അതിലൊരു 4-5 ഐറ്റം മിക്സ് ചെയ്ത് അതിൽ തന്നെ സ്ലറിയിൽ ഒരു 10 കൂട്ടം പച്ചിലയിട്ട് അഴുക്കും. അത് ഡ്രൈ ആക്കിയിട്ട് അതിൽ മരപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഡ്രൈ ആക്കുന്നത്. അത് പിന്നെ കോഴിവളവും ആട്ടുംപഴുക്ക, ചാരം, പിന്നെ റോക്ക് പോസ് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഇതിൽ തളിക്കാനായിട്ട് മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കും. ഇപ്പൊ എല്ലാം പൂത്ത് നിൽക്കണല്ലോ. ഇത് ഇനി കായ്, അതായത് ഒരു ഫ്രൂട്ടായി വരാൻ എത്ര നാളെടുക്കും? അതായത് പഴുത്ത് പാകമായി വരാൻ? പൂത്ത് കഴിഞ്ഞാൽ 28-30 പഴം പറിക്കാം. പിന്നെ 18-20 ദിവസത്തിനകത്ത് മുട്ട് കണ്ടാൽ 18 അതിന്റെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് കാണുന്നതിന്റെ ദിവസം വ്യത്യാസം വരും. മുട്ട പ്രത്യക്ഷത്തിൽ വരുന്നതിന്റെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 18-20 ദിവസമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തം 50 ദിവസം കൊണ്ട് പഴമാക്കും മുട്ട് വന്നാൽ. അതിൽ ഇപ്പോൾ ഒരു സീസണിൽ ഒരു സമയത്ത് എനിക്ക് 6 ബാച്ച് വരെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പം 3-4 ഒക്കെ ഉള്ളു കാണുന്നുള്ളൂ. 3 സൈസ് മുട്ട്, 3 സൈസ് കായ, അങ്ങനെ ആയിട്ട്. അധിക സ്ഥലം ഇല്ലാത്തവർക്കും ഇത് ഒരു മൂട്. ഞാനിപ്പോ ഇത് അവിടെ വീട്ടിൽ കൊണ്ട് ഈ വളം തന്നെ ഇട്ട് മണ്ണില്ലാ കൃഷി ഞാൻ ഈ റോക്ക് പോസ് കൂടെ മിക്സ് ചെയ്തിട്ട് മണ്ണില്ലാ കൃഷിയിൽ ഗ്യാരണ്ടി ആയിട്ട് ചെടിച്ചട്ടിയിൽ കായ്പ്പിക്കാം. ഇപ്പം എയർപോർട്ട് എന്ന് പറഞ്ഞൊരു ചെടിച്ചട്ടി ഉണ്ട്. അത് വെച്ചുകൊണ്ട് ടെറസിൽ വെച്ചാൽ ഒരു ശല്യവും അവിടെ ഉണ്ടാവില്ല. അത് സെറ്റ് ചെയ്ത് ഞാൻ കൊടുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എയർപോർട്ട് ഇപ്പം ആവശ്യപ്പെട്ടിട്ട് കിട്ടിയില്ല, അവരുടെ ഇല്ല എന്ന് പറഞ്ഞു. ഇതിന്റെ വിപണിയൊക്കെ എങ്ങനെയാണ് ഇപ്പം വിപണി നമ്മൾ കണ്ടെത്തിക്കൊണ്ട് കൊടുക്കണം. പിന്നെ വീട്ടിൽ വന്ന് ആവശ്യക്കാർ അറിയാവുന്ന ഒരു വീട്ടിൽ വന്ന് മേടിക്കുന്നുണ്ട്. വിലയൊക്കെ എങ്ങനെ? വിലയൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പം 160 മുതൽ 200 വരെ ഹോൾസെയിൽ കൊടുക്കുന്നു. റീറ്റെയിൽ 200 രൂപയ്ക്ക്. അപ്പൊ ഇത് നട്ട് നമുക്ക് എത്ര വർഷം വിളവെടുക്കാം? നട്ട് ഞാൻ പറഞ്ഞില്ലേ 6 മാസത്തിനകം കായ്പിക്കാം. അല്ലാതെ നമ്മൾ അത് കായ്ക്കൂല. അതിനെ വളമൊക്കെ മേടിക്കാം. ഇതിന്റെ നടീൻ രീതി എങ്ങനെയാണ്? ഇപ്പൊ ഇതിന്റെ എങ്ങനെയാണ്? ഈ കമ്പ് മുറിച്ച് നട്ടാണോ? ഇതിന്റെ കമ്പ് ഇപ്പം നമ്മള് പല രീതിയിലും നടന്നുണ്ട്. ഇപ്പൊ ഇത് 1-2 അടി നീളമൊക്കെ വരും. അതിനനുസരിച്ച് ഇതിപ്പം 6 മാസം കൊണ്ട് കായ്പിക്കുന്ന തൈ ചിലപ്പോ ഇത്രയും പൊക്കം വരും.
അതിനനുസരിച്ച് പെട്ടെന്ന് ഇവിടെ എത്തിയിട്ട് തിരിച്ചോട്ട് വന്ന് കായ്ക്കും. ഇതിപ്പം മഞ്ഞയാണ്, ഇത് ഇതുവരെ കാച്ചില്ല. മഞ്ഞ കളർ. ഇപ്പൊ തന്നെയാണ് നടുന്നത്. ഒരടി നീളത്തിനെടുത്തിട്ട് ഈ മൂട് വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ താഴെയുള്ള മൃഗങ്ങൾ ഒന്ന് ചെതുക്കും. അതിനനുസരിച്ച് മൂളം വരും. സെയിലുണ്ടോ? തൈ സെയിൽ ചെയ്യുന്നുണ്ടോ? സെയിൽ ചെയ്യുന്നുണ്ട്. എത്രയാണ്? ഞാൻ പൊടിപ്പിച്ചത് 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ 100 രൂപയ്ക്ക് ആയിരുന്നു. ഞാൻ മേടിക്കുന്ന സമയത്ത് 200 രൂപ വില ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഫ്രീ ആയിട്ട് തന്നതാണ് തൈ മൊത്തം. അപ്പൊ തൈ സെയിൽ ചെയ്യുന്നുണ്ട്. 50 രൂപയ്ക്കല്ലേ? പിന്നെ കട്ടിങ് 1000 കണക്കിന് അതിൽ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കും, പൊടിപ്പിക്കില്ല. പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം തന്നെ അവർ പറിച്ചിരുന്നു നേരത്തെ. ഇപ്പൊ ഈ പാടത്ത് നിൽക്കുന്നതെല്ലാം പഴുക്കാത്തതാണ്, പിന്നെ പച്ചയായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് കായ്ച്ചു കിട്ടുന്ന ഓർഗാനിക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നല്ല തൈകളാണ് അദ്ദേഹം വിൽക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്